ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. മീൻകറി കാണുന്നുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ചേക്കുവാണ്. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീനാണ്. ഇതിനെ നമുക്ക് ഫ്രൈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കാനാണ്, ഫ്രൈ ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുക് അതിൻ്റെ അകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കണം. കടുകും ജീരകവും വേണം. കടുകും ജീരകവും പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സബോള പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും പച്ചമുളകും. വെളുത്തുള്ളി, സബോള, ഇഞ്ചി ഇത് ഇത്രയും നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിട്ട് നല്ലതായിട്ട് മൂപ്പിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആവണം. ഇത് ഗോൾഡൻ വഴറ്റി കൊടുക്കണം. അതിലോട്ട് 2 പച്ചമുളക്, കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ മീൻ ഇവിടെ കൊണ്ട് ഇടയ്ക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 2 ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. പുളിയിൽ ഉപ്പ് വെള്ളത്തിൽ പുളി ഇട്ട് വയ്ക്കണം. നമ്മുടെ കുടംപുളി എടുത്തിട്ടുണ്ട്. കഴുകി 2 കഷ്ണം കുടംപുളി എടുത്ത് കഴുകി നല്ല വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ, ഒരു 1-1.5 ടീസ്പൂൺ. അതവിടെ ഇരുന്ന് നല്ലതായിട്ടാവട്ടെ. അധികം പുളി വേണ്ട, കാരണം ഞാനിവിടെ ടൊമാറ്റോ എടുത്ത് 2 തക്കാളിക്ക എടുത്ത് നല്ലതായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇത്രയും സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. ഇനി മസാലക്കൂട്ടുകൾ എടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വഴണ്ട് എണ്ണയൊക്കെ നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ മസാലേനെ ഇട്ട് കൊടുക്കാം. മസാലയും നല്ലതായിട്ട് ആ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ കഴിയണം. കണ്ടല്ലോ, മസാല മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ നോക്കിക്ക് ഇതിലോട്ടൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം പെട്ടെന്ന് നന്നായിട്ട് ആയിക്കോളും. നിങ്ങൾ എത്ര മണിയാകുമ്പോഴാണ് ചോറുന്നത്? കറക്റ്റ് 1 മണിക്ക് ചോറുണ്ണുന്നവരാണോ? ഞങ്ങളിവിടെ 1-1:30 ആവും ചിലപ്പോൾ. ഇനി അതിൻ്റെ അകത്തുനിന്ന് നല്ലതായിട്ട് വെള്ളം പറ്റി എണ്ണ തെളിയണം. അതുവരെ നമുക്ക് നോക്കാം. എണ്ണയൊക്കെ പറ്റി വെള്ളം പറ്റി എണ്ണയൊക്കെ തെളിയുന്നുണ്ട്. ഉണ്ടോ? അതുവരെ ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ നല്ലതായിട്ട് മാറണം. നല്ലതായിട്ട് മൂക്കണം. നല്ലതായിട്ട് കറിയുടെ മസാല ഇതിന് എണ്ണയൊക്കെ ഇറങ്ങുന്ന ആ സമയമാകുമ്പോഴേ മീനും വെള്ളവും നമ്മുടെ പുളിയും വെള്ളവും കൂടി ഇടാവുള്ളൂ. അല്ലെങ്കിൽ വേറെ ഒരു ടേസ്റ്റായി പോവും. ആയിട്ടുണ്ട്.
എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അത് എണ്ണയില്ലായിരുന്നു, നല്ല തെളിഞ്ഞിട്ടുണ്ടത്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പുളിവെള്ളവും ഉപ്പും എല്ലാം കൂടെ കൊടുക്കാം. പിന്നെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. ബാർ താഴോട്ട് പോവുക. ഇച്ചിരി വെള്ളം കൂടെ വേണം. മീനൊന്ന് മുങ്ങിക്കിടന്ന് മസാലയിൽ എടുക്കാൻ വേണ്ടി ഇത്രയും മതി. ഇതിന് നല്ലതായിട്ട് തിളച്ച് വരണം. തിള വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീനെ ഇട്ട് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ ഒന്നും ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇത് അടച്ചു വെച്ച് തിളയ്ക്കാൻ വയ്ക്കാം. കണ്ടോ, തിളയൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. മീൻ്റെ അരപ്പൊക്കെ നല്ലതായിട്ട് കുറുകി. കണ്ടോ, അതിലോട്ട് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു നല്ല തിള വന്നു കഴിയുമ്പോൾ നമുക്ക് സിമ്മ വെച്ച് 10 മിനിറ്റ് വേവിക്കണം. ഓൾറെഡി ഇത് വെന്തതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണേ. ഇതിനെ ഇതിപ്പോൾ നല്ല തിളയൊക്കെ വന്നു. ഒരു 2 മിനിറ്റ് നല്ലതായിട്ടൊന്ന് വെട്ടി തിളയ്ക്കട്ടെ. നല്ലതായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ്, ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് വേണ്ട, അതിനപ്പുറം ആയിക്കോളൂ. ഓക്കെ, സിമ്മ വെച്ച് കൊടുക്കണം. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. വെന്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു സ്വല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, മല്ലിയില ഒരു നല്ല ടേസ്റ്റ് കിട്ടും. നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ അകത്തെല്ലാം തന്നെ ഉണ്ട് മല്ലിയില. ജസ്റ്റ് ഒന്ന് നമുക്ക് ഗ്രേവി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നോർത്ത് ഇന്ത്യൻ കറി. അപ്പോൾ നമുക്കൊരു ഡിഷിലോട്ട് മാറ്റിയേക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വയംഭൻ കറി റെഡി. ഭയങ്കര ചൂടാണ്, കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് കാണിക്കാം. കണ്ടല്ലോ, ഗ്രേവി നല്ല തിക്ക് ഗ്രേവി, കളറും നല്ല സൂപ്പർ കളർ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.